ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡേ 4 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വർക്കൗട്ടാണ്. അപ്പോൾ ഞാൻ നേരെ ഒന്നും നോക്കിയില്ല, ഗ്രൗണ്ടിലോട്ട് രാവിലെ തന്നെ എത്തി. എന്നിട്ട് മാറ്റെല്ലായിട്ട് സ്ട്രെച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ ബോഡി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് സ്ട്രെച്ച് ചെയ്ത്. പക്ഷേ എനിക്ക് ഇന്നലെ ചെയ്തതിൻ്റെ മസിൽ ടൈറ്റ്നസ് ഇന്നൊന്ന് അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുറച്ചും കൂടി കൂടുതൽ സ്ട്രെച്ചിങ് ഒക്കെ കുറച്ച് ചെയ്ത് എന്നിട്ട് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി വാമപ്പ് ചെയ്ത് തുടങ്ങി. നൈസായിട്ട് കുറച്ച് നേരം വാമപ്പ് ചെയ്ത്. പക്ഷേ ഇന്നലത്തെ ടൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരുന്നു. എന്നിട്ട് റണ്ണിങ്, BC, റണ്ണിങ് ഡ്രിൽസ് എല്ലാം തന്നെ ഒരുവിധം എല്ലാം ചെയ്ത് A സ്കിപ്പും B സ്കിപ്പും അങ്ങനെ കുറച്ച് ഹൈ നീസൊക്കെ ചെയ്തപ്പോൾ ബോഡി കുറച്ചൊന്ന് ആക്ടിവേറ്റായി. എന്നാലും ഇന്നത്തെ ടൈറ്റ്നസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ബോഡിയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് സാറെത്തി, ഞാൻ റെഡിയായി, സ്ലീവെല്ലാം ഇട്ട് റെഡിയായി. അപ്പോഴത്തേക്ക് സാറ് വർക്കൗട്ട് പറഞ്ഞ് കഴിഞ്ഞ വീക്കിലുള്ള വർക്കൗട്ട് തന്നെയായിരുന്നു, ഫിസിൽ റണ്ണായിരുന്നു. അപ്പം നമ്മളെല്ലാവരും റെഡിയായിട്ട് ഫിസിൽ റണ്ണിന് വേണ്ടിയിട്ട് റെഡിയായി. അത്യാവശ്യം ഇത് ഹാർഡായിട്ടുള്ളൊരു വർക്കൗട്ട് സെക്ഷനാണ്. പക്ഷേ എല്ലാവരും കൂടെ വന്നുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. നമുക്ക് 3 റൗണ്ടും പിന്നെ 800 ഓടുന്നവരൊക്കെ 2 റൗണ്ടുമാണ്. അപ്പോൾ അവരവരുടേതായിട്ടുള്ള പേസിലാണ് പോകുന്നത്. ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവരിവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പം നമ്മൾ ലോങ് റേസുകാർ അത് പിന്നെയും അടുത്ത ലാപ്പ് പോകുന്നത്. അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മളടുത്ത ലാപ്പ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓരോ 20 സെക്കൻഡിലും സ്ലോയും ഫാസ്റ്റും ആയിട്ടാണ് ഈ 3 ലാപ്പ് ഓടുന്നത്. അത് കഴിഞ്ഞ് വർക്കൗട്ട് കഴിഞ്ഞ് ഞാൻ നൈസായിട്ട് ഗ്രാസിൽ കുറച്ച് നേരം കൂൾ ഡൗൺ ചെയ്ത്. അപ്പോഴത്തേക്ക് നമ്മളെ പിള്ളേർക്ക് ഒരാഗ്രഹം, യൂട്യൂബിൽ എൻ്റെയും തല ഒന്ന് കാണണമെന്ന്. പിന്നെ അവർക്കൊന്ന് അവരുടെ മുഖവും കൂടെ ഞാൻ കാണിച്ചു കൊടുത്ത്. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കൂൾ ഡൗണും പിന്നെ ഒന്നും കൂടി നന്നായിട്ട് തന്നെ സ്ട്രെച്ചിങ് ചെയ്ത്. സ്ട്രെച്ചിങ് മസ്റ്റാണ്. എനിക്കിനിയിപ്പോൾ 30-ാം തീയതിയാണ് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോഴത്തേക്ക് ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കോമ്പറ്റീഷന് പണിയാവും. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് പിന്നെയും ഒന്നും കൂടി കൂൾ ഡൗൺ കഴിഞ്ഞ് സ്ട്രെച്ച് ചെയ്ത് അത് കഴിഞ്ഞ് റൂമിൽ വന്ന് പ്രോട്ടീനൊക്കെ കുടിച്ച്. അപ്പോഴേക്കാണ് നമുക്കിന്ന് ടീമിന് എല്ലാവർക്കും ജേഴ്സി ഇട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു രാവിലെ. അതിനുശേഷം എല്ലാവരും വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഒന്ന് ചില്ലായി. എല്ലാ സാറന്മാരും നമ്മളെല്ലാവരും വന്ന് ഫോട്ടോ എല്ലാം എടുത്തായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ഡേ നമ്മളെ കഴിഞ്ഞു പോയത്. അവസാനം ഞാൻ ഒന്നും നോക്കിയില്ല, പിള്ളേരുമായിട്ടൊരു വീഡിയോ കൂടെ അങ്ങ് ചെറുതായിട്ട് എടുത്ത്